പ്രിയപ്പെട്ടവരെ, തമിഴ്നാട്ടിലെ ക്ഷേത്രനഗരമായ കുംഭകോണത്താണ് ഞാനുള്ളത്. കുംഭകോണത്ത് വരാൻ ഉദ്ദേശിക്കുന്നവരും നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരും എൻ്റെ ഈ വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും. 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള നടക്കുന്ന മഹാമഹം ടാങ്ക് ഇതാണ്. വിശേഷ ദിവസങ്ങളിൽ അല്ലാതെ ഇവിടെ ഇറങ്ങി സ്നാനം ചെയ്യാൻ അനുവാദമില്ല. സെക്യൂരിറ്റിയുടെ അനുവാദത്തോടെ ഞാൻ കുംഭകുളത്തിലിറങ്ങി. വെള്ളം തൊട്ട് ശിരസിൽ വെച്ചു. എന്നോടൊപ്പം വേറെയും പലരും ഇറങ്ങി. അവർ പുറത്തിറങ്ങിയതോടെ സെക്യൂരിറ്റി ഗേറ്റ് പൂട്ടി. ഈ കുളത്തിൽ സ്നാനം ചെയ്യുന്നത് കാശിയിലെ ഗംഗ പോലെ പവിത്രമെന്നാണ് വിശ്വാസം. കുളത്തിൻ്റെ സൈഡിലെ റോഡാണിത്. ഇതൊരു കുളം മാത്രമല്ല, കോടിക്കണക്കിന് വിശ്വാസങ്ങളും പുരാണങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഒരു പുണ്യസ്ഥലം. മഹാമഹം നടക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തും. കുളത്തിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് കാശി വിശ്വനാഥ ടെമ്പിൾ. വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പ്രതിനിധിയായാണ് ഇത് കണക്കാക്കുന്നത്. പുരാണപ്രകാരം ലോകം പ്രളയത്തിൽ മുങ്ങിയപ്പോൾ ബ്രഹ്മാവിൻ്റെ അമൃതകുംഭം ഇവിടെ എത്തി പൊട്ടുകയായിരുന്നുവെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് കുംഭകോണം എന്ന് പേര് വന്നത്. ഇവിടുത്തെ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഉപയോഗിക്കുന്ന ഒരു തേര് ഈ ഭാഗത്ത് കിടക്കുന്നത് കാണാം. ഈ കുളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഉള്ളിൽ 20ലധികം തീർത്ഥക്കിണറുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓരോ കിണറും ഗംഗ, യമുന, ഗോദാവരി പോലുള്ള ഭാരതത്തിലെ പുണ്യനദികളുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഒരിക്കൽ സ്നാനം ചെയ്യുന്നത് പല പുണ്യനദികളിലും സ്നാനം ചെയ്യുന്നതിന് തുല്യമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മഹാമഹ ടാങ്കിൻ്റെ അടുത്തു നിന്നും ഞാൻ വന്നത് ധാരാസുരൻ ഐരാവതേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ലോകപ്രശസ്തമായ ഒരു ചോളക്ഷേത്രമാണ് കുംഭകോണത്തിനടുത്തുള്ള ഐരാവതേശ്വര ക്ഷേത്രം. ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട ഒരു അപൂർവ ക്ഷേത്രമാണ്. കുംഭകോണത്തേക്ക് തഞ്ചാവൂരിൽ നിന്നും പോകുന്ന വഴിയിൽ 5-6 കിലോമീറ്ററിന് മുന്നിലാണ് ഈ സ്ഥലം. ധാരാസുരം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് ബലിപീഠം കാണാം. ഇവിടെയാണ് ഉത്സവ സമയത്ത് ദേവതകൾക്ക് ബലിയർപ്പിക്കുന്നത്, പൂജകൾ ചെയ്യുന്നതും. ചുറ്റുപാടും വിശാലമായ ഗാർഡനാണ്. ഈ മരങ്ങളുടെ ചുവട്ടിൽ എപ്പോഴും ആളുകൾക്ക് വന്ന് വിശ്രമിക്കാൻ കഴിയും. ധാരാസുരം എന്ന സ്ഥലം ജനസാന്ദ്രത കുറഞ്ഞ ഒരു ഗ്രാമമാണ്. തീരെ തിരക്ക് കുറവാണ്. ചോള രാജാക്കന്മാർ നിർമ്മിച്ച മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ ഗോപുരം ചെറുതാണ്. എന്നാലും ചോള കാലഘട്ടത്തിലെ ശില്പചാരുത നമുക്ക് ഈ ഗോപുരത്തിലും കാണാൻ കഴിയും. നന്ദിയുടെ ചെറിയൊരു പ്രതിമയാണ് ഇവിടെയുള്ളത്. അതകത്തെ ശിവവിഗ്രഹത്തെയാണ് നോക്കിയിരിക്കുന്നത്. നേരെ മുന്നിൽ കൊടിമരം കാണാം. എന്നാൽ അതിലൂടെയല്ല അകത്തേക്കുള്ള വാതിൽ, ഇടതുഭാഗത്തു കൂടെയാണ് വാതിൽ. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ദേവേന്ദ്രന്റെ വാഹനമായ വെളുത്ത ആന ഐരാവതത്തിന് ഒരു ശാപം കിട്ടി. അതിൻ്റെ ശാപത്തിൽ നിന്നും മോചനം നേടാനായി ഐരാവതം ഭൂമിയിലെത്തി ഇവിടെ ശിവനെ ആരാധിച്ചു. ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ ആനയ്ക്ക് ശാപമോചനം നൽകി. അന്നു മുതൽ ഈ സ്ഥലത്തെ ശിവൻ ഐരാവതേശ്വർ എന്ന് പ്രസിദ്ധനായി. മറ്റൊരു ഐതിഹ്യം ഇങ്ങനെയാണ്. മരണദേവനായ യമനൊരു ശാപം കിട്ടിയെന്നും അസുഖബാധിതനായെന്നും അസുഖം തീരാനായി ഇവിടെ എത്തി ശിവനെ പ്രാർത്ഥിച്ചു. ഈ ക്ഷേത്രത്തിലുള്ള പരിശുദ്ധ ജലത്തിൽ സ്നാനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് രോഗമുക്തി ലഭിച്ചു. അതുകൊണ്ട് ഇവിടുള്ള ജലത്തിന് ചികിത്സാശക്തി ഉണ്ടെന്നാണ് വിശ്വാസം. ഭക്തർ ഇന്നും ഇവിടെ സ്നാനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 12-ാം നൂറ്റാണ്ടിൽ രാജരാജ ചോളൻ രണ്ടാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതായത് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ച രാജരാജ ചോളൻ ഒന്നാമന് ശേഷം 5-6 തലമുറ കഴിഞ്ഞു വന്ന ആളാണ് രാജരാജ ചോളൻ രണ്ടാമൻ. ഏകദേശം 150 വർഷത്തിന് ശേഷം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര നിർമ്മാണ ശൈലിയിലും ഘടനയിലും ചെറിയ വ്യത്യാസങ്ങൾ കാണാം. തൂണുകളിലെ കൊത്തിയ ശില്പങ്ങൾ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യാസമാണ്. തൂണുകളുടെ മുകളിലെ മകുടങ്ങൾ എത്ര മനോഹരമാണ്. ഓരോ തൂണിലെയും വ്യത്യസ്തമായ ശില്പങ്ങൾ കണ്ടാലും മതി വരാതെ ചിലർ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നു. കുംഭകോണം കാവേരി നദിയുടെ ഒരു ഡെൽറ്റ പ്രദേശമാണ്. ഇവിടെ ഗ്രാനൈറ്റ് കോറകളില്ല. 100-200 കിലോമീറ്റർ ദൂരത്തുള്ള മധുര, പുതുക്കോട്ട, കരൂർ, കാവേരിയുടെ തീരങ്ങൾ ഇവിടെയൊക്കെ നിന്നാവണം ഇവിടുത്തെ നിർമ്മാണത്തിന് ഗ്രാനൈറ്റ് തൂണുകൾ കൊണ്ടുവന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് തൂണുകൾക്ക് വലിപ്പം കുറവാണ്, പൊക്കവും കുറവാണ്.
ഫിനിഷിംഗ് പക്ഷേ കൂടുതലാണ്, ശില്പഭംഗി കൂടുതലാണ്. ശ്രീകോവിൽ തുറന്നിരിക്കുന്നു. ഞാൻ ഭഗവാനെ തൊഴുതു. വീണ്ടും എൻ്റെ ജോലിയിലേക്ക് കടന്നു. ഇന്ന് നമ്മൾ വീടുകൾ ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റ് പാളികൾ മുറിക്കുന്നതിനും കയറ്റുന്നതിനും പോളിഷ് ചെയ്യുന്നതിനും യന്ത്രങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും ഇവിടുത്തെ തൂണുകളുടെ പോളിഷ് ആരെയും അത്ഭുതപ്പെടുത്തും. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കല്ലിൽ ജീവൻ കൊടുത്ത പോലെ തോന്നുന്ന വിഗ്രഹങ്ങളാണ്. നൃത്തഭംഗിയിൽ നിൽക്കുന്ന അപ്സരസുകൾ, യുദ്ധരംഗങ്ങൾ, സംഗീതജ്ഞർ, നിത്യജീവിത ദൃശ്യങ്ങൾ. അന്ന് ഇതൊക്കെ നിർമ്മിച്ച ശില്പികൾ തങ്ങളുടെ പ്രതിഭ കല്ലിൽ തീർത്തവരാണ്. അവർ ദൈവശില്പികളായിരുന്നു. കുതിരവണ്ടിയും ഇവിടെ ആകൃതിയിലുള്ള മണ്ഡപമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ചക്രങ്ങളുള്ള കല്ല് ശില്പങ്ങൾ, ആന, കുതിര, മറ്റ് സ്ത്രീകളുടെ വ്യത്യസ്ത ശില്പങ്ങൾ. ഈ മണ്ഡപം ഒരു രഥം പോലെ തോന്നും. ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തേക്ക് പൂജാരികൾക്കും മറ്റാവശ്യങ്ങൾക്കും പോകാനുള്ള വാതിൽ ഇവിടെയാണ്. ഇതിലൂടെയാണ് നടക്കുന്നത്. പുണ്യമായി കരുതപ്പെടുന്നു. ഇതൊരു സാധാരണ വഴിയല്ല, ഇതൊരു ആത്മീയ വഴിയാണ്. ഇതിനുള്ളിൽ കാണുന്ന ഓരോ പടിയും ഓരോ തൂണും അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം നിർമ്മിച്ചത്. ഇതിനകത്ത് മ്യൂസിക്കൽ സ്റ്റെപ്പ് ഇവിടെയാണുള്ളത്. ഈ പടികളിൽ സ്പർശിച്ചാൽ വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു. അത് ശില്പകലയും ശാസ്ത്രവും ചേർന്നൊരു അത്ഭുതമാണ്. അവിടെ ക്യാമറ അനുവദനീയമല്ല. ഈ ക്ഷേത്രത്തിൻ്റെ പുറകുവശമാണ്. ഇതിനുള്ളിൽ ശിവലിംഗമാണ് പ്രതിഷ്ഠ. അതായത് ശിവലിംഗം ഇത് സൃഷ്ടി, സംഹാരം, ശാശ്വത എന്നിവയുടെ പ്രതീകമാണ്. ക്ഷേത്രത്തിലെ ശിവനെ ദോഷങ്ങൾ നീക്കുന്ന ദൈവമായി വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ശരീരരോഗങ്ങളും ദോഷങ്ങളും മാറാൻ പ്രത്യേക ആരാധനയുണ്ട്. ശിവന്റെ ഐരാവതേശ്വർ എന്ന രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടുത്തെ അന്തരീക്ഷം തന്നെ വളരെ മനോഹരമാണ്, ഒരു ആത്മീയ അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ ഞാനത് ആസ്വദിക്കുകയാണ്. ക്ഷേത്രത്തിലെ ശിവനെ ആരാധിക്കുന്നത് പഴമയുള്ള ആഗമശാസ്ത്ര രീതിയിലാണ്. ദിവസവും നിരവധി കാലങ്ങളിൽ പൂജകൾ നടക്കുന്നു. കാലശാന്തി പൂജ, ഉച്ചകാല പൂജ, സായംകാല പൂജ, അർദ്ധജാമ പൂജ. അങ്ങനെ പൂജാ സമയങ്ങളിൽ മണിയുടെ ശബ്ദവും ദീപാരാധനയും മന്ത്രോച്ചാരണങ്ങളും കൊണ്ട് ഒരാത്മീയ അന്തരീക്ഷം നിറയുന്നു. ശിവലിംഗത്തിൽ പാൽ, വെള്ളം, തേൻ, ചന്ദനം എന്നിവയുപയോഗിച്ച് അഭിഷേകം നടത്തുന്നത് പ്രധാന ആചാരമാണ്. ഇവിടുത്തെ ശിവനെ രോഗനിവാരണ ദൈവമായിട്ടാണ് വിശ്വസിക്കുന്നത്. ഐരാവതത്തിന് ശാപമോചനം ലഭിച്ചതിലാണ് ഈ വിശ്വാസം. ഓരോ മാസവും വരുന്ന പ്രദോഷ ദിവസങ്ങളിൽ ശിവാരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. തമിഴ് മാസം മാർഗഴിയിൽ പ്രത്യേക പൂജകളും സംഗീത പരിപാടികളും നടക്കും. മഹാശിവരാത്രി ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. രാത്രി മുഴുവൻ പൂജയും മന്ത്രോച്ചാരണവും നടക്കും. കൂടാതെ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ആനുവൽ ഫെസ്റ്റിവലാണ് ബ്രഹ്മോത്സവം. അന്ന് ഉത്സവമൂർത്തി പുറത്ത് വലം വയ്ക്കും. ക്ഷേത്രം മുഴുവൻ ഉത്സവ ചൈതന്യം നിറയും. ഈ ക്ഷേത്രത്തിന് ചുറ്റും വിശാലമായ ഗാർഡനാണ്. ഇത് ചോളകാലത്തെ മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ്. ഈ ഗാർഡനിൽ ശാന്തതയും സൗന്ദര്യവും വളരെ മനോഹരമാണ്. അത് ഈ ഐരാവതേശ്വരൻ്റെ മനോഹാരിതയെ കൂടുതൽ ഇരട്ടിയാക്കുന്നു. പച്ച കാർപ്പറ്റ് വിരിച്ച മാതിരിയുള്ള പുല്ല് മൈതാനത്ത് തന്നെ ഇരിക്കുന്ന ഭക്തർ. പച്ചപ്പുള്ള പുല്ല്, മൈതാനങ്ങൾ നന്നായി ക്രമീകരിച്ച് മരങ്ങളും ഇരിക്കാൻ ചെറിയ ഇടങ്ങളും. കൂടുതലും ഇവിടെ കാണുന്നത് പുളിമരങ്ങളാണ്. ഈ കാണുന്ന തകർന്ന നിർമ്മിതി ഒരിക്കൽ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു മണ്ഡപമാണ്. കാലത്തിൻ്റെ ആഘാതങ്ങൾ ഇന്ന് അവശിഷ്ടങ്ങളായി മാത്രം നിലനിൽക്കുന്നെങ്കിലും അതിൻ്റെ ചരിത്രം ഇന്നും ഇവിടെ ജീവിക്കുന്നു. ഈ ക്ഷേത്രത്തിന് 800 വർഷത്തെ പഴക്കമാണ് കണക്കാക്കുന്നത്. കാലാവസ്ഥ, മഴ, കാറ്റ്, പരിപാലനക്കുറവ് മൂലം ഇത് തകർന്നിരിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഇത് നന്നാക്കാതെ നിലനിർത്തുകയാണ് ചെയ്തത്. ഇവിടുത്തെ ഉദയവും അസ്തമയവും വളരെ മനോഹരമാണ്. ഐരാവതേശ്വരത്തിൻ്റെ ഗോപുരത്തെ മറച്ചുകൊണ്ട് സൂര്യൻ താഴേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.